الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآل كل الصحابة أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, മുത്തഅല്ലിമീങ്ങളെ, പിതാക്കന്മാരെ, സ്വന്തം ശ്രമിക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ കൃപാകടാക്ഷങ്ങൾ നാഥൻ നമുക്കും നമ്മോട് വേണ്ടപ്പെട്ടവർക്കും സദാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ തുടക്കത്തിൽ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സൽക്കർമ്മമാക്കി, വണ്ണമായ പ്രതിഫലങ്ങൾക്ക് അർഹമാകുന്ന ഒരു മജ്‌ലിസാക്കി അല്ലാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെയും നമ്മോട് വേണ്ടപ്പെട്ട എല്ലാവരുടെയും എല്ലാവിധ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ഒക്കെ അല്ലാഹു പരിപൂർണമായി മാറ്റിത്തരികയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പരിപൂർണമായി പുറത്തുമാക്കി തരികയും ശിഷ്ടകാല ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ഇബാദത്തിലുമായി കഴിയുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഇടുങ്ങിയ ഈ ഒരു സമയത്ത് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ബാധിച്ചിരിക്കുന്ന ഒരു വിപത്ത്, ആ വിപത്തിനെ സംബന്ധിച്ച് ഒന്ന് ചർച്ച ചെയ്യുവാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായി ആ വിപത്തിനെ തുടച്ചു മാറ്റി അള്ളാഹുവിൻ്റെ സ്മരണയിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിയുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനുള്ള ഒരു സബബാക്കി ഈ ഒരു മജ്‌ലിസ് അല്ലാഹു മാറ്റി പെരുമാറാകട്ടെ. മഹാനായ സിറിയൻ പണ്ഡിതൻ നാബൽസി എന്നവർ, അവരുടെ ചില വാക്കുകളാണ് ഞാനിന്ന് ഉദ്ധരിക്കാൻ പോകുന്നത്. മഹാനവറുകൾ പറയുകയാണ്, ഇന്ന് അധികം ആളുകൾക്കും ഒരു മാരകമായ രോഗം പിടിപെട്ടിട്ടുണ്ട്. ഒരു മാരകമായ രോഗം അധികം ആളുകൾക്കും പിടിപെട്ടിരിക്കുകയാണ്. എന്നാൽ ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ശാരീരികമായോ അല്ലെങ്കിൽ മറ്റിതര തരത്തിലോ നോക്കുമ്പോൾ പുറമേ അതിന്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ആ രോഗം അത് വലിയ ഗുരുതരമായ ഒരു രോഗവുമാണ്. അതിന് നമ്മെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനന്തര ഫലങ്ങൾ, പാർശ്വഫലങ്ങൾ വളരെ ഭീകരമുള്ളതാണ്. മാരക രോഗം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ശാരീരികമായി നമ്മെ പിടികൂടുന്ന രോഗങ്ങളാണ്. ഒരുപക്ഷെ ഇന്ന് അധികമായി പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അതല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ രോഗങ്ങളാണ് നമ്മുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. മാരകമായ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രോഗങ്ങൾ അതൊക്കെയാണ്. എന്നാൽ ഈ രോഗങ്ങൾ ഒരുപക്ഷെ പിടിക്കുകയാണെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ രോഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരുപക്ഷെ നമുക്ക് ഈ ദുനിയാവ്, നശ്വരമായ ദുനിയാവ് നഷ്ടപ്പെടുത്തി കളയുന്ന രോഗങ്ങളാണ്. ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ അനന്തര ഫലങ്ങൾ എന്ന് പറയുന്നത് അവസാനം മരണമാണ്. അത് രോഗങ്ങൾ ബാധിച്ചാലും ഇല്ലെങ്കിലും മരണം എന്തായാലും ഉറപ്പാണ്. എന്നാൽ മഹാനായ നാബൽസി പരിചയപ്പെടുത്തുന്ന രോഗത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ രോഗത്തിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ദുനിയാവിനേക്കാൾ ഉപരി പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒരു രോഗമാണ്. പരലോകത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു രോഗമാണ് നാബൽസി എന്നവർ പരിചയപ്പെടുത്തി തരുന്നത്. ആ രോഗത്തെ സംബന്ധിച്ച് മഹാനവറുകൾ പറയുന്നത്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. അത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. ആ തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് കാണാം, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കണ്ണുകൾ നൽകിയില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നയന മനോഹരമായ കാഴ്ചകൾ കാണുവാൻ, കണ്ട് ആനന്ദിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണുകൾ നൽകി. വലിസാനൻ വശഫതൈൻ, നാവിനെയും ചുണ്ടുകളെയും ഒക്കെ നൽകി. നമ്മുടെ ചുണ്ടിന്റെ ഒക്കെ പ്രത്യേകത എത്രയോ മനോഹരമാണ്. ആ രണ്ട് ചുണ്ടുകളില്ലായിരുന്നെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ വൈരൂപ്യം എത്ര വലുതാകുമായിരുന്നു, എത്ര ഭീകരമായിരുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി തന്നിരിക്കുകയാണ്. ഈ അനുഗ്രഹങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് ദൈനംദിനമായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ പ്രക്രിയകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത് മനുഷ്യന്റെ കഴിവ് കൊണ്ടുണ്ടായതാണ് എന്ന ഒരു ചിന്ത മനുഷ്യനെ ബാധിക്കുകയും അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ ജീവിതത്തിന്റെ ദൈനംദിനമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഓരോ പ്രക്രിയകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണെന്നോ ആ അനുഗ്രഹങ്ങൾക്ക് പടച്ച തമ്പുരാന് ശുക്ർ ചെയ്യണമെന്നോ ഉള്ള ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ നിന്ന്, ഹൃദയങ്ങളിൽ നിന്നും മാറിപ്പോയിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ പരിചയപ്പെടുത്തുകയാണ്, ഇത് ഭീകരമായിരിക്കുന്ന ഒരു രോഗമാണ്. അല്ലാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ അത് അനുഗ്രഹങ്ങളാണ് എന്ന ഒരു ചിന്ത കടന്നു വരാതെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ധാരാളം സമ്പത്തുണ്ട് എങ്കിൽ നമ്മുടെ ചിന്ത അത് എന്റെ അധ്വാനം കൊണ്ടുണ്ടായതാണ്, ആരോഗ്യമുണ്ടെങ്കിൽ ഇത് എന്റെ അധ്വാനത്തിലൂടെ ഉണ്ടായതാണ് എന്ന ഒരു ചിന്ത കടന്നു വരുന്നു. ഇതിനപ്പുറത്തേക്ക് ഇത് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണെന്നോ ആ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായിട്ട് അല്ലാഹുവിനെ ഹംദ് ചെയ്യണമെന്നോ ശുക്ർ ചെയ്യണമെന്നോ ഉള്ള ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോവുകയാണ്. ഇങ്ങനെ ഈ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ പറയുകയാണ്, ഇത് മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഒരു ഭീകരമായിരിക്കുന്ന ഒരു രോഗമാണ്. ഇത് നമ്മുടെ കഴിവ് കൊണ്ടുണ്ടായതാണ് എന്ന ഒരു ചിന്ത അത് ഭീകരമായ ഒരു രോഗമാണെന്ന് മഹാനവറുകൾ സ്ഥാപിച്ചെടുക്കുകയാണ്. മഹാനവറുകൾ തുടർന്ന് പറയുകയാണ്, നാം ഓരോരുത്തരും നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയി, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ പുറത്തേക്ക് പോയി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ രാവിലെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള നമ്മുടെ സമ്പത്തും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ഭാര്യ, കുടുംബങ്ങൾ ഇവരെല്ലാവരും നമ്മൾ തിരിച്ചു ചെല്ലുമ്പോഴും നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നു. നാം ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നത് അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി ഉപ്പച്ചി അല്ലെങ്കിൽ വാപ്പി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ ഓടിയെടുക്കുമ്പോൾ നമുക്കവിടെ ചിന്തിക്കാൻ കഴിയുന്നില്ല, പടച്ചവനെ, ഞാൻ രാവിലെ എന്റെ വീട്ടിൽ നിന്നും പോകുമ്പോൾ എന്റെ മക്കളും എന്റെ ഭാര്യയും എന്റെ കുടുംബവും എല്ലാം എങ്ങനെയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്, അതുപോലെ തന്നെ യാതൊരു പോറലേൽക്കാതെ യാതൊരു കുഴപ്പങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ എന്റെ വീട്ടിൽ ഇപ്പോഴും അവരുണ്ട്. അവിടെ നിന്നുകൊണ്ട് പടച്ചവനെ അവരെ സുരക്ഷിതരായിട്ട് കഴിച്ചു കൂട്ടിയ അല്ലാഹുവേ, അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതികളും എന്നൊരു ഹംദ് പറയുവാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. എന്നാലോചിച്ച് നോക്കി, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് രാവിലെ വീട്ടിലേക്ക് ഇറങ്ങി രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ കുടുംബാദികൾ സുരക്ഷിതരായി കഴിയുകയാണ്. ആ സമയത്ത് നമ്മുടെ ചിന്തയിലേക്ക് വേറെ ഒന്നും കടന്നു വരാറില്ല.
നമ്മുടെ ചിന്തയിൽ മറ്റൊന്നും വരാറില്ല. രാവിലെ ഞാൻ പോയി വൈകുന്നേരത്ത് തിരിച്ചു വന്നു. രാവിലെ പോകുമ്പോൾ എല്ലാവരും ഉണ്ട്, വൈകുന്നേരത്ത് തിരിച്ചു വരുമ്പോഴും എല്ലാവരും ഉണ്ട്. അവിടെ എൻ്റെ മക്കളെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ യാതൊരു അപകടങ്ങളില്ലാതെ കാത്തു സൂക്ഷിച്ച അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതികളും അൽഹംദുലില്ലാഹ് എന്നൊരു ഹംദ് പറയുവാൻ നമുക്ക് കഴിയാറില്ല. നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടോ? നോക്കി, നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരാറില്ല. മഹാനായ നാബൽസി ഇമാം പറയുകയാണ്, നാം രാവിലെ വീട്ടിൽ നിന്നും കടന്നുപോയി തിരികെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബങ്ങൾ സുരക്ഷിതരായി കഴിയുകയാണ്. ആ സമയത്ത് അതെനിക്ക് അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. നേരെ മറിച്ച് ഇതിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു ദുഃഖത്തിന്റെ വാർത്ത നമ്മുടെ കാതിലേക്ക് കേൾക്കുകയാണെങ്കിലോ, കേൾക്കേണ്ടി വന്നാലോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ആ സമയത്ത് നമ്മൾ അവിടെ നിന്നുകൊണ്ട് പ്രാവുന്നതിന്റെ വാക്കുകളായിരിക്കും നമ്മുടെ നാവിലേക്ക് കടന്നു വരുന്നത്. വല്ലാത്ത കഷ്ടമായി പോയി, നാശം എന്നൊരു വർത്തമാനമാണ് നമ്മുടെ വായിലേക്ക് ഉണ്ടാകുന്നത്. മഹാനവറുകൾ പറയുകയാണ്, ഓരോ ദിവസവും നമ്മൾ ആരോഗ്യത്തോടെ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും നമുക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുകളില്ലാതെ, സമ്പത്തിന് കുഴപ്പമില്ലാതെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ മേഖലകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയും നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നില്ല, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവേ, എനിക്കൊരു രോഗവും നീ വരുത്തിയില്ലല്ലോ, എന്റെ ആരോഗ്യം എന്ന് പറയപ്പെടുന്ന അനുഗ്രഹം അതിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടില്ലാതെ, പോരലേൽക്കാതെ അത് കൃത്യമായി നിലനിർത്തിയ തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതികളും അൽഹംദുലില്ലാഹ് എന്നൊരു ഹംദ് പറയുവാൻ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ വീണ്ടും യാത്രകൾ ചെയ്യുമ്പോൾ, തിരക്ക് പിടിച്ച റോഡുകളിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ എത്രയോ അപകടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ അപകടങ്ങളും നമ്മൾ കേൾക്കുന്നു, കാണുന്നു. അപ്പോഴും നമ്മുടെ യാത്രകളിൽ യാതൊരു വിധമായ പോറൽ പോലും കേൾക്കാതെ, നമ്മുടെ വാഹനങ്ങൾക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകൾ വരുത്താതെ, നമ്മുടെ ശരീരത്തിന് യാതൊരു വിധമായ പ്രശ്നങ്ങൾ വരുത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാവലേൽപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ഹഫദത്തിന്റെ മാലാഖമാരുടെ കാവലേൽപ്പിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കാവൽ തന്നുകൊണ്ട് നമ്മൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചു നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചെന്നെത്തി. അവിടെ നമുക്കൊരു പോറൽ പോലും ഏൽക്കാതെ, ഒരു അപകടങ്ങളും വരുത്താതെ, ഒരു ബുദ്ധിമുട്ടുകളും വരുത്താതെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ കൊണ്ടു ചെന്നിറക്കുമ്പോ, അല്ലാഹുവേ, ഇത്രയും തിരക്ക് പിടിച്ച റോഡിലൂടെ ഞാൻ സഞ്ചരിച്ചു വന്നു, എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചവനായ തമ്പുരാനെ, അൽഹംദുലില്ലാഹ്, സകല സ്തുതികളും നിനക്കാണ് തമ്പുരാനെ എന്ന് ഒരു ഹംദ് പറയുവാൻ മനുഷ്യ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിന്റെ ഹൃദയത്തെ വല്ലാത്ത മാരകമായ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ടോ, നമ്മൾ വീട്ടിൽ നിന്നും ലീവിനൊക്കെ പോയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചു നമ്മൾ പള്ളിയിലേക്ക് വരികയാണ്. ആ പള്ളിയിലേക്ക് വന്ന് യാതൊരു ബുദ്ധിമുട്ടുകളില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ രാവിലെ വീട്ടിൽ നിന്നും പോയി ജോലിക്ക് പോയി വൈകുന്നേരവും തിരിച്ച് വീട്ടിലേക്ക് വന്നു, യാതൊരു ബുദ്ധിമുട്ടില്ലാതെ, ഒരു പ്രശ്നങ്ങളില്ലാതെ, ഒരു അപകടങ്ങളില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്ത് നമ്മൾ പറയാറുണ്ടോ, എൻ്റെ വാപ്പയ്ക്ക് യാതൊരു കുഴപ്പങ്ങളില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിനക്കാണ് സകല സ്തുതി എന്ന് പറയാറുണ്ടോ? ഇവിടെ മഹാനായ നാബൽസി ഓരോന്ന് ഉദ്ധരിച്ച് ഓരോന്ന് എണ്ണി പറയുകയാണ്. നമ്മുടെ മുമ്പിലേക്ക് സുഭിക്ഷമായ ഭക്ഷണം എത്തുമ്പോൾ, ആ ഭക്ഷണം നമ്മൾ കഴിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയ ഭക്ഷണം നമ്മൾ കഴിച്ചു, നമ്മൾ അത് നമ്മുടെ കൈ കൊണ്ടെടുത്തു, നമ്മുടെ വായിലേക്ക് നമ്മൾ അത് വെച്ചു. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മറിച്ച് അത് നമ്മുടെ വായിലേക്ക്, തൊണ്ടക്കുഴിയിലൂടെ അകത്തേക്ക് ചെന്നു. ആമാശയത്തിലൂടെ, ചെറുകുടലിലൂടെ, വൻകുടലിലൂടെ അതിന്റെ ഓരോ ദഹന പ്രക്രിയകളും കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അത് ചെന്നു. ആ ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും വിസർജ്യങ്ങളായി പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. പടച്ച തമ്പുരാൻ, ജഗന്നിയന്താവായ സർവേശ്വരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവേ, ഞാൻ ഇത്ര മാത്രമാണ് ചെയ്തിട്ടുള്ളത്, എന്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഭക്ഷണം അത് ഞാൻ എന്നെടുത്ത് കുടിച്ചു അല്ലെങ്കിൽ കഴിച്ചു. ബാക്കിയെല്ലാം അല്ലാഹുവേ നീയാണ് ചെയ്തിട്ടുള്ളത്. ആ ഭക്ഷണവും തന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എത്രയോ ആളുകളുണ്ട്
ഭക്ഷണം, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാറുള്ള ഭക്ഷണം ഉണ്ടായിട്ട്, സമ്പത്തുണ്ടായിട്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തമായി ഭക്ഷിക്കാൻ പോലും കഴിയാത്തവർ അവരുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ട്യൂബുകൾ ഘടിപ്പിച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ ദ്രാവക രൂപത്തിലാക്കി ആ ട്യൂബിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് ഇറ്റിച്ചു കൊടുക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ രീതി ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഭക്ഷണം, ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു യാതൊരു ബുദ്ധിമുട്ടുകളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ. അത് അതിന്റെ റൂട്ടിലൂടെ കടന്നു പോവുകയാണ്. ആ ഭക്ഷണം അതിന്റെ റൂട്ടിലൂടെ കടന്നുപോയി ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരം പിടിച്ചെടുക്കുന്നു, ആവശ്യമില്ലാതെ വിസർജ്യങ്ങളായിട്ട് പുറന്തള്ളുന്നു. അപ്പോഴും നമുക്ക് തോന്നാറുണ്ടോ, അല്ലാഹുവിന് എത്രമാത്രം വലിയ അനുഗ്രഹമാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ അല്ലാഹുവിനെ മനസ്സറിഞ്ഞിട്ട്, ഹൃദയം അറിഞ്ഞിട്ട്, മനസ്സിന്റെ അകത്തളത്തിൽ നിന്നും വരുന്ന ഒരു ഹംദ് പറയുവാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മൾ രാത്രികളിൽ, പകൽ സമയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നു, അവസാനം രാത്രി വിശ്രമത്തിന് വേണ്ടിയിട്ട് കടന്നു വരികയാണ്, നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. രാത്രിയിൽ നമ്മൾ നമ്മുടെ വിരിപ്പിലേക്ക് ചെന്ന് കിടക്കുന്നു. ചെന്ന് കിടന്നിട്ട് ആ രാത്രിയുടെ യാമങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മളൊന്നും അറിയാറില്ല. നമ്മളെല്ലാം നല്ല സുരക്ഷിതമായി നമ്മുടെ വീടിന്റെ ഉള്ളിൽ സുന്ദരമായ രീതിയിൽ നമ്മൾ കിടന്നുറങ്ങുകയാണ്. ആ രാത്രിയുടെ എല്ലാവിധമായിരിക്കുന്ന ഇരുളിന്റെ ശക്തികളിൽ നിന്ന്, ഇരുളിന്റെ അപകടങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മളെ സംരക്ഷിച്ചു. നേരം പുലരുമ്പോൾ നമ്മുടെ വിരിപ്പിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുകയാണ്. യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളില്ലാതെ, ശരീരത്തിന് യാതൊരു പ്രശ്നങ്ങളില്ലാതെ, കുറവുകളില്ലാതെ, ന്യൂനതകളില്ലാതെ നമ്മുടെ വിരിപ്പിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവേ, എന്റെ ഈ ഇരുളിന്റെ ശക്തികളിലൂടെ കടന്നുപോയി, ഇരുളിന്റെ മറവിലൂടെ ഞാൻ കടന്നുപോയി, ഞാൻ രാത്രി എങ്ങനെയാണോ വന്ന് കിടന്നത് അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഒരു ഹംദ് പറയുവാൻ, മനസ്സറിഞ്ഞിട്ടൊരു ഹംദ് പറയുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നമ്മെ ബാധിച്ചിരിക്കുന്ന ഒരു ഭയാനകമായിരിക്കുന്ന രോഗമാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ എത്രയോ മരണവാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, എത്രയോ മരണവാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. രാത്രിയിൽ ചെന്ന് കിടക്കുകയാണ്, നേരം പുലരുമ്പോൾ എഴുന്നേറ്റിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എന്റെ ജോലികൾ, എന്റെ കച്ചവട സാമ്രാജ്യങ്ങൾ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, എന്റെ എത്രയോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സ്വപ്നങ്ങളായിട്ട് ആ സ്വപ്നങ്ങളുടെ കൊട്ടാരങ്ങൾ ഹൃദയത്തിൽ പണിഞ്ഞുകൊണ്ട് അവൻ ചെന്ന് കിടക്കുകയാണ്. നേരം പുലരുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതെ വരുമ്പോൾ ഭാര്യ വന്നിട്ട് തട്ടി വിളിക്കുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആ കിടന്നുറങ്ങിയ മനുഷ്യന്റെ ചൂട്, ജീവന്റെ തുടുപ്പ് ആ ജീവനിൽ നിന്നും, ശരീരത്തിൽ നിന്നും മാറിപ്പോവുകയാണ്. പാതിരാവിന്റെ നിശബ്ദതയിൽ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയി. തൊട്ടടുത്ത് കിടന്ന ഭാര്യ അറിഞ്ഞില്ല, അടുത്ത് കിടന്ന മക്കൾ അറിഞ്ഞില്ല. ആരോരും അറിയാതെ മരണത്തിന്റെ ദൂതൻ വന്ന് പിടിച്ചു കൊണ്ടുപോയി. നേരം പുലരുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് വിളിച്ചുണർത്താൻ വന്ന ഭാര്യ നോക്കുമ്പോൾ മരണപ്പെട്ട് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയോ മരണവാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ മരണവാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും അപകടങ്ങളിലൂടെ, അല്ലെങ്കിൽ ഒരു നിമിഷ നേരം കൊണ്ട് ശരീരത്തിൽ ഏതെങ്കിലും ജീവന്റെ തുടുപ്പൊന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന എത്രയോ രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമുക്കൊരു കുഴപ്പങ്ങൾ വരുത്താതെ, ഒരു ന്യൂനതകൾ വരുത്താതെ നേരം പുലരുമ്പോഴും നമ്മുടെ വിരിപ്പിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുമ്പോൾ നമുക്കവിടെ മനസ്സറിഞ്ഞിട്ട് അല്ലാഹുവിനെ ഒന്ന് സ്തുതിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ മഹാനവറുകൾ പറയുകയാണ്, അത് നമ്മെ ബാധിച്ചിരിക്കുന്ന ഒരു ഭീകരമായിരിക്കുന്ന രോഗമാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം, അതെല്ലാം നമ്മളൊന്ന് ഓർത്തുകൊണ്ട് അതിന്റെ അല്ലാഹുവിനെ അകമറിഞ്ഞ് ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലാഹുവിനെ നമുക്ക് സ്തുതിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധിച്ചിരിക്കുന്ന ഒരു ഭീകരമായ രോഗമാണ് എന്ന് മഹാനവറുകൾ പരിചയപ്പെടുത്തുകയാണ്. ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോൾ ഇവിടുന്ന് സംസാരിക്കുകയാണ്, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും ഞാനും നിങ്ങളും അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളത് കേൾച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തും നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ജീവനോടെ ഇരിക്കുന്നത്. ശ്വാസോച്ഛ്വാസം എന്നൊരു പ്രവർത്തനം, ശ്വാസോച്ഛ്വാസം എന്ന പ്രവർത്തനം നമ്മൾ അറിയുന്നില്ല.
നമുക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളില്ല, നമുക്ക് യാതൊരു വിധമായ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളില്ല. ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നു. ഈ ഒരു പ്രവർത്തനമാണ് ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. ഇതാണ് ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം ഈ ശ്വാസോച്ഛ്വാസം ഒന്ന് മുടങ്ങിപ്പോയാൽ, ഇതൊന്ന് നിലച്ചു പോയാൽ, പിന്നെ നമ്മുടെ ജീവൻ ഇവിടെ ഇല്ല, നമ്മുടെ ജീവൻ അവസാനിക്കുകയാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് യാതൊരു വിധമായ ആരോഗ്യത്തിന്റെ മുടക്കില്ലാതെ, സമ്പത്തിന്റെ മുടക്കില്ലാതെ നമ്മൾ ഇങ്ങനെ ശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ന ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്ദി കെട്ടവരാണ്. നമുക്ക് ഭീകരമായിരിക്കുന്ന, മാരകമായിരിക്കുന്ന ഒരു രോഗമാണ് നമ്മെ പിടിപെട്ടിരിക്കുന്നത് എന്ന് മഹാനായ ഇമാം നാബൽസി പരിചയപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ, ഈ തരത്തിൽ നമ്മൾ ഓരോ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിന്റെ വലുപ്പം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വൃദ്ധനായ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. 80 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഒരു വേള അയാൾ പെട്ടെന്ന് രോഗിയായി. പെട്ടെന്ന് ഒരിക്കൽ അദ്ദേഹത്തിന് രോഗം വന്നു, ശ്വാസതടസ്സം വന്നു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന് നേരെ ശ്വാസതടസ്സം വന്നത് കാരണം അദ്ദേഹത്തെ ഐസിയുലേക്ക് കയറ്റി. മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തെ ആ ഐസിയുവിൽ നിന്നും പുറത്തിറക്കി. അദ്ദേഹത്തിന്റെ അതെല്ലാം അദ്ദേഹത്തിന് നോർമലാക്കി. അദ്ദേഹം ആ ഐസിയുവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവസാനം ആ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വലിയൊരു ബില്ല് കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം ആ ബില്ലിലേക്ക് നോക്കുമ്പോൾ 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. 1-2 ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ ഹോസ്പിറ്റലിൽ ചെലവാക്കിയപ്പോൾ, അദ്ദേഹത്തിന് കൃത്രിമമായിട്ട് ശ്വാസം കൊടുത്തപ്പോൾ, കൃത്രിമമായിട്ട് ഓക്സിജൻ കൊടുത്തപ്പോൾ അതിന്റെ ബില്ല് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ 1 ലക്ഷത്തിന് മുകളിലുള്ള ബില്ല് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി. അദ്ദേഹം ആ ബില്ല് വാങ്ങിച്ചിട്ട് കണ്ണു തള്ളിപ്പോയി. അദ്ദേഹം ആ ബില്ല് കണ്ടിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹം പൊട്ടിക്കരയുകയാണ് അവിടെ നിന്നുകൊണ്ട്. അത് കണ്ട ഡോക്ടർ ചോദിച്ചു, അല്ല എന്ത് സംഭവിച്ചു, നിങ്ങൾ ബില്ല് കണ്ടിട്ടാണോ നിങ്ങൾ കരയുന്നത്? ഇത്രയും ബില്ലടയ്ക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ കരയുന്നത്? എന്നാൽ ഞാൻ ഇടപെട്ടിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ഞാൻ ബില്ല് കുറച്ചു തരാം. അദ്ദേഹം സമാധാനത്തിന്റെ ഒരു തടോരൽ കൊടുക്കുമ്പോൾ ആ വയോവൃദ്ധനായ മനുഷ്യൻ, 19 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ അവിടെ നിന്നിട്ട് ആ ഡോക്ടറോട് പറയുകയാണ്, ഞാൻ ഈ ബില്ല് കണ്ടിട്ട് ഞാൻ കരയുന്നതല്ല, മറിച്ച് എനിക്ക് ഇത്രയും വയസ്സായി, ഇന്നേ വരെ എനിക്ക് മറ്റു വലിയ രോഗങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല, ഇന്നേ വരെ എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടുന്ന അവസ്ഥ വന്നിട്ടില്ല. എന്നാൽ കുറച്ചു നേരത്തേക്ക് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നു. എനിക്ക് അല്പസമയം എനിക്ക് ഓക്സിജൻ ഒന്ന് തരേണ്ടി വന്നു. ആ സമയത്ത് അല്പസമയം നിങ്ങൾ ഏതാനും മണിക്കൂറുകൾ നിങ്ങൾ കൃത്രിമമായിട്ട് എനിക്ക് ശ്വാസോച്ഛ്വാസം തന്നപ്പോ എന്നോട് നിങ്ങൾ വാങ്ങിക്കുന്നത് 1 ലക്ഷത്തിന് മുകളിലുള്ള കൂലിയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എങ്കിൽ, ഈ ഞാൻ ജനിച്ചത് മുതൽ ഇത്രയും വയസ്സിന്റെ ഇടയിൽ, ഈ 85 വയസ്സിന്റെ ഇടയിൽ ഇന്നേ വരെ എന്റെ ജഗന്നിയന്താവായ കാരുണ്യവാനായ തമ്പുരാൻ ഇന്നേ വരെ എനിക്ക് ശ്വാസോച്ഛ്വാസം തന്നിട്ട്, അവൻ എനിക്ക് ഓക്സിജൻ തന്നിട്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാലം എനിക്ക് ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ കഴിഞ്ഞു പോകാൻ കഴിഞ്ഞപ്പോ, ഇത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും കൂലിയായിട്ട് 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. ഏതാനും മണിക്കൂറുകൾ ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നിട്ട് എനിക്ക് കൃത്രിമമായിട്ട് എനിക്ക് ഓക്സിജൻ തരേണ്ടി വന്നപ്പോ എനിക്ക് കൂലിയായിട്ട് നിങ്ങൾ ഇത്രയും രൂപയാണ് നിങ്ങൾ എന്നിൽ നിന്നും വാങ്ങിക്കുന്നതെങ്കിൽ, ഇത്രയും കാലം ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് എനിക്ക് കൃത്രിമമായിട്ടല്ല പ്രകൃതിദത്തമായ ഓക്സിജൻ തന്ന ജഗന്നിയന്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എത്ര വലിയ അനുഗ്രഹമാണ് ചെയ്തത്. അതിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. ആ പടച്ച തമ്പുരാനോട് ഞാൻ എത്ര വലിയ നന്ദികേടാണ് കാണിക്കുന്നത്. ആ മനുഷ്യൻ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിലയറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കൊടുത്ത അനുഗ്രഹത്തിന്റെ വലുപ്പം അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല
നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാ നിഅമത്തുകൾ അതെണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന് കഴിയുകയില്ല. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുള്ളവരെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവുകയാണ്, അവർക്ക് എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. സമ്പത്തുള്ളവരെ കാണുമ്പോൾ സമ്പത്തില്ലാത്തവൻ ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ അവന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങള് നമുക്കൊന്ന് യാത്ര ചെയ്യുവാനുള്ള സൗകര്യം തരുമ്പോ അതുവരെ എത്രയോ വലിയ അനുഗ്രഹമാണ്, അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ കുറിച്ച് ഓർത്തിട്ട് അൽഹംദുലില്ലാഹ് ആ മനസ്സറിഞ്ഞിട്ടൊന്ന് ഹംദ് പറയുവാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടോ? നമ്മുടെ ചിന്തയിലേക്ക് എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ വേണം. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, ഔലിയാക്കളുടെ നേതാവായിരിക്കുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, ആ മഹാനവറുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടുത്തെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിലേക്ക് ആ ജീവിതം ഒന്ന് അടർത്തിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും മഹാനവറുകളുടെ സ്മരണകളിലൂടെ അല്ലെങ്കിൽ ആ സ്മരണകൾ ലോകത്തിൽ പറയുകയും അദ്ദേഹത്തിന്റെ പേരിൽ മഹാനവറുകളുടെ പേരിൽ അന്നദാനമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ആ ജീവിതം നമ്മൾ എത്രത്തോളം ഒപ്പിയെടുക്കാൻ കഴിയുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടുന്നത്. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വലിയാണ് എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം വലിയൊരു കച്ചവട സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു, വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു മഹാനായ ഗൗസുൽ ആദം തങ്ങൾ. മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു ചരിത്രം പറയുന്നത്, മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ അരികിലേക്ക് ഒരു വേള അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ കടന്നു വരികയാണ്. വന്നിട്ട് പറയുകയാണ്, മഹാനവറുകളെ, അങ്ങയുടെ ഒരു ചരക്ക് കപ്പൽ, വലിയൊരു ചരക്ക് കപ്പൽ നടുക്കടലിൽ അങ്ങ് മുങ്ങിപ്പോയി. മഹാനായ ഗൗസുൽ ആദം തങ്ങൾ അവിടുത്തെ വലിയൊരു കച്ചവട സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. മഹാനവറുകളുടെ മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരൻ വന്നിട്ട് ഒരു ദിവസം വന്ന് പറയുകയാണ്, അങ്ങയുടെ ലക്ഷക്കണക്കിന് വില വരുന്ന ചരക്കുമായിട്ട് കടന്നുപോയ ഒരു ചരക്ക് കപ്പൽ നടുക്കടലിൽ അങ്ങ് മുങ്ങിപ്പോയി. മഹാനായ ഗൗസുൽ ആദം തങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. ഒരു നിമിഷം മഹാനവറുകൾ ചിന്തിച്ചു. എന്നിട്ട് ഉടനെ അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ലക്ഷക്കണക്കിന് വില വരുന്ന ചരക്ക് കപ്പൽ മുങ്ങിയെന്ന് കേട്ടപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അൽഹംദുലില്ലാഹ്. നോക്ക്, കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത ശിഷ്യൻ വന്നിട്ട് പറയുകയാണ്, മഹാനവറുകളെ, ആ മുങ്ങിപ്പോയി പറഞ്ഞ കപ്പൽ നമ്മുടേതല്ല, അത് മറ്റാരുടേതോ ആണ്. നമ്മുടെ കപ്പൽ സുരക്ഷിതമായിട്ട് അത് ചെല്ലേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ആദം തങ്ങൾ ഒരു നിമിഷം വീണ്ടും ചിന്തിച്ചു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അൽഹംദുലില്ലാഹ്. കണ്ടുനിന്നവർക്ക് അത്ഭുതമായി പോയി, കേട്ടുനിന്നവർക്ക് അത്ഭുതമായി പോയി. നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴും, നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, അല്ല അങ്ങ് എന്താണ് ഈ പറയുന്നത്? മഹാനായ ഗൗസുൽ ആദം ശൈഖ് ജീലാനി തങ്ങൾ പറയുകയാണ്, മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ മുമ്പിലേക്ക് എന്റെ വലിയൊരു നഷ്ടം എനിക്ക് സംഭവിച്ചു എന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ നിമിഷം ചിന്തിച്ചു പോയത്, എപ്പോഴും സദാസമയവും അല്ലാഹു എന്നുള്ള ചിന്തയിലൂടെ കഴിഞ്ഞു പോകുന്നതാണ് എൻ്റെ ഹൃദയം. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഈ കച്ചവടങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും, ഞാൻ ഈ ദുനിയാവിന്റെ ഓരോ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള ചിന്ത, ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള കണക്ഷൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അല്ലാഹു എന്നുള്ള ചിന്തയാണ്, ആ ജഗന്നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്തയാണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉള്ളത്. എന്നാൽ എൻ്റെ മുമ്പിലേക്ക് എനിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി, അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിൽ ഞാനും നീയുമായിട്ടുള്ള കണക്ഷൻ എന്തെങ്കിലും മുറിവ് സംഭവിച്ചിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് ഇത്രയും വലിയ നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഞാനും അല്ലാഹുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല, ഒരു ന്യൂനത പോലും, ഒരു കുറവ് പോലും, ഒരു അണുകിട പോലും കുറവ് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുവാനുള്ള കാരണം, അല്ലാഹുവേ, ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ പേരിലാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്. എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ട് എന്നോട് വീണ്ടും എന്റെ കച്ചവടത്തിന് യാതൊരു കുഴപ്പങ്ങളും സംഭവിച്ചിട്ടില്ല
എന്ന് പറഞ്ഞപ്പോൾ, ഒരു സന്തോഷ വാർത്ത എനിക്ക് അറിയാൻ കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ വീണ്ടും ചിന്തിച്ചു, പടച്ചവനെ, ഞാനും നീയുമായിട്ടുള്ള കണക്ഷന്, ഈ സന്തോഷത്തിന്റെ വർത്തമാനം എന്തെങ്കിലും ഒരു ന്യൂനത വരുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചപ്പോൾ അവിടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഞാനും എന്റെ റബ്ബുമായിട്ടുള്ള കണക്ഷന്, ഒരു ബന്ധത്തിന് ഒരു വിള്ളൽ വരുത്താൻ ഈ സന്തോഷ വർത്തമാനത്തിനും കഴിഞ്ഞിട്ടില്ല. ഞാനും എന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം, എന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അല്ലാഹു എന്നുള്ള ചിന്ത എപ്പോഴും എന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന, ഞാൻ ദുനിയാവിന്റെ ഈ നശ്വരമായിരിക്കുന്ന ദുനിയാവിന്റെ ഓരോ മേഖലകളിലൂടെയും കടന്നു പോകുമ്പോഴും എപ്പോഴും എന്റെ ഹൃദയത്തിൽ വരുന്ന അല്ലാഹു എന്നുള്ള ചിന്തയ്ക്ക്, അല്ലാഹു എന്നുള്ള സ്മരണയ്ക്ക്, അല്ലാഹു എന്നുള്ള ആ ബന്ധത്തിന് ഒരു കുഴപ്പവും ഒരു കോട്ടവും വരുത്തിയിട്ടില്ല, ഒരു കോട്ടവും വന്നിട്ടില്ല എന്ന് ചിന്തയെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ പേരിലാണ് ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോയത് എന്ന് മഹാനായ ഗൗസുൽ ആദം ശൈഖ് ജീലാനി തങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് എപ്പോഴും നാം ഈ ദുനിയാവിന്റെ ഓരോ രസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, ഈ ദുനിയാവിന്റെ നശ്വരമായിരിക്കുന്ന ദുനിയാവിന്റെ ഓരോ മേഖലകളിലൂടെയും കടന്നു പോകുമ്പോൾ എപ്പോഴും അല്ലാഹു എന്നുള്ള ആ ഒരു ചിന്ത, പടച്ച തമ്പുരാനുമായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ദുനിയാവ് നമ്മുടെ കൈകളിൽ കൊണ്ട് നടക്കാം, നമ്മുടെ പോക്കറ്റിൽ കൊണ്ട് നടക്കാം, ഒരു കുഴപ്പവുമില്ല. ശൈഖ് ജീലാനി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ദുനിയാവ് നമുക്ക് ആവശ്യമാണ്, ദുനിയാവ് നമുക്ക് ആവശ്യമാണ്. അത് നമ്മുടെ കൈകളിൽ ഇരിക്കട്ടെ, കുഴപ്പമില്ല, നമ്മുടെ പോക്കറ്റിൽ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ആ ദുനിയാവ് നമ്മുടെ കൈകളിൽ കൊണ്ട് നടക്കുന്നതിനോ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നതിനോ അത് സമ്പത്തായിട്ട് കൊണ്ട് നടക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ദുനിയാവ് കടക്കുവാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടുന്നത് അല്ലാഹു എന്നുള്ള ചിന്തയാണ് എന്ന് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പരിചയപ്പെടുത്തി തരുമ്പോൾ, നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, മഹാനവറുകൾ ആ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നവരാണ്. ആ തരത്തിൽ മഹത്തുക്കളുടെ ജീവിതങ്ങൾ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ട് ഈ ദുനിയാവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഏത് മേഖലയിലൂടെയാണ് കടന്നു പോകുമ്പോഴും അവിടെയെല്ലാം അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. എപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക് കൃത്യമായി ശുക്ർ ചെയ്യുവാനും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമുക്ക് കഴിയണം. ഇവിടെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നത്, പാതിരാവിന്റെ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് കടന്നുപോയി, സുന്നത്ത് നിസ്കാരത്തിലേക്ക് കടന്നുപോയി. എത്രത്തോളം വലിയ നിസ്കാരമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നത്. അവിടുത്തെ പാദം കാലുകൾ അവസാനം നീര് കെട്ടി വീർത്തിട്ട് നിസ്കാരത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ആ നൃത്തത്തിലേക്ക് വലിയ വലിയ സൂറത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് നിരന്തരമായി മണിക്കൂറുകൾ നീണ്ട നിസ്കാരമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരം എന്ന് പറയുന്നത്. അവസാനം അവിടുത്തെ കാലുകളിൽ നീര് കെട്ടി വീർക്കുവാൻ തുടങ്ങി. അവസാനം ആ പാദം കാലുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തോട് മറ്റുള്ള അവയവങ്ങളുടെ ആവലാതി പറയുവാൻ തുടങ്ങി. വലന്തു സുന്നത മൻ അഹ്യല്ലലാമ ഇലാ അനിഷ്തഖത ഖദമാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിസ്കാരം കാരണം കാലുകൾ ഇങ്ങനെ നീര് കെട്ടി വീർത്തിട്ട് ആ പാദകാലുകൾ ശരീരത്തിന്റെ മറ്റുള്ള അവയവങ്ങളോട് ആവലാതി പറയുകയാണ്. അനിഷ്തഖത ഖദമാ പാദകാലിൽ ഇങ്ങനെ നീര് കയറി. ആ നീര് കയറിയിട്ട് അവസാനം ആ പാദകാലുകൾ ശരീരത്തിന്റെ അവയവങ്ങളോട് പരാതി പറഞ്ഞു, ആവലാതി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തരത്തിലുള്ള നിസ്കാരം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ, ഇതെന്തോ ഒരു നിസ്കാരമാണ്, ഇതെന്തോ ഒരു ഇബാദത്താണ്, അങ്ങയുടെ മുൻകഴിഞ്ഞ പാപങ്ങളും പിൻകഴിഞ്ഞ പാപങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് വിട്ടുപുറത്ത് തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തോ ഒരു ഇബാദത്താണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, അഫലാ അകൂനു അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു ദാസനാകട്ടെ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ച രംഗം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ചോദിച്ചത് എങ്ങനെയാണ്, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകട്ടെ. ഈ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നൽകിയിരിക്കുന്ന ഈ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ, ഇത്രയേറെ വിശാലമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ നമ്മൾ അഹങ്കാരികളായി മാറാൻ പാടില്ല. ആ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും, അത് നമുക്ക് സമ്പത്ത് മാത്രമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരോഗ്യം മാത്രമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയുമ്പോൾ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. നമുക്ക് സുന്ദരമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയുമ്പോൾ ആ ഉറക്കവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ശ്വാസോച്ഛ്വാസങ്ങൾ, നമുക്ക് ചെയ്യാൻ ചെയ്യുന്ന ഇബാദത്തുകൾ, നമുക്കൊന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞു, പടച്ചവനെ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ, അത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. നമുക്ക് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ കഴിയുമ്പോൾ, ഒരു തസ്ബീഹ് ചൊല്ലാൻ കഴിയുമ്പോൾ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞാൽ അതും അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ഇൽമിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുമ്പോൾ, ആ ഒരു പാതയിലേക്ക് ഇറങ്ങാൻ കഴിയുമ്പോൾ അതും അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമാകുന്ന ഖുർആൻ, അത് ഹൃദയത്തിലേക്ക് മനഃപ്പാഠമാക്കി വെക്കാൻ കഴിഞ്ഞ അത് എത്രയോ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എത്രയോ വലിയ അനുഗ്രഹമാണ്. അതിന് നമ്മൾ കൃത്യമായിട്ട് പടച്ചവനോട് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാഹ്, പടച്ചവനെ എനിക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞല്ലോ, എനിക്കല്ലെങ്കിൽ ഒരു ഇൽമ് പഠിക്കാൻ കഴിഞ്ഞല്ലോ, ഒരു അറിവ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ്. എത്രയോ ആളുകൾ, എത്രയോ കുട്ടികൾ, നമ്മളെ പോലെ എത്രയോ കുട്ടികൾ അവർ വഴിതെറ്റി പോകുമ്പോൾ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതമായ മേഖലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈപിടിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എത്രയോ വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കൃത്യമായി ജഗന്നിയന്താവായ സർവേശ്വരനായ അല്ലാഹുവിനോട് നന്ദി ചെയ്യുവാൻ നമുക്ക് കഴിയണം. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് നമുക്ക് പറയുവാൻ കഴിയണം. ഭക്ഷണം കഴിച്ച് തീരുമ്പോൾ നമ്മൾ ഓർക്കണം, ആ ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അല്ലാഹുവേ, ഭക്ഷണം ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റാത്ത എത്രയോ ആളുകൾ എൻ്റെ മുമ്പിലൂടെയുണ്ട്. ആ സമയത്തൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകൾ വരുത്താതെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞല്ലോ, എൻ്റെ വയറ് നിറയ്ക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അവിടെ നമ്മൾ ആ ഭക്ഷണം കഴിച്ചു തീരുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങി, ആ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു ഹംദായിരിക്കണം നമുക്ക് പറയാൻ കഴിയേണ്ടുന്നത്. നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെയും നമ്മൾ ഹംദ് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് ഹംദ് പറയുവാൻ നമുക്ക് കഴിയണം. ഈ തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നമുക്ക് ശുക്ർ ചെയ്യാൻ കഴിയണം. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ وَإِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَإِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. നിങ്ങൾ അല്ലാഹുവിന് നന്ദിയുള്ളവരാവുകയാണെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അത് ഏറ്റി തരും, വീണ്ടും അധികരിപ്പിച്ചു തരും. നേരെ മറിച്ച് നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അത് കഠോരമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക് കൃത്യമായി ഹംദ് ചെയ്തുകൊണ്ട്, ശുക്ർ ചെയ്തുകൊണ്ട് നന്ദിയുള്ള അടിമകളായി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ആ തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മെ ബാധിച്ചിരിക്കുന്ന ആ രോഗത്തെ നമുക്ക് സുഖപ്പെടുത്തിയെടുക്കുവാനുള്ള ഒരു മരുന്നാണ് മഹാനവറുകൾ പഠിപ്പിച്ചു തരുന്നത്. എപ്പോഴും നമ്മൾ അല്ലാഹുവിനെ ഹംദ് ചെയ്യുന്നവരായി മാറണം, ശുക്ർ ചെയ്യുന്നവരായി മാറണം. എപ്പോഴും നമ്മൾ ആ തരത്തിലുള്ളവരായി മാറണം. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ പള്ളിയിലേക്ക് വന്ന് കയറുകയാണ്. ആ പള്ളിയിലേക്ക് വന്ന് കയറുമ്പോൾ നമ്മളൊന്ന് പറയണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് നമുക്ക് പറയാൻ കഴിയണം. ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും മനസ്സറിഞ്ഞ് നമുക്ക് ഹംദ് പറയുവാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തരത്തിൽ അല്ലാഹുവിന്റെ സ്മരണയിലായി ജീവിതം നയിക്കുവാൻ അല്ലാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. ചെറിയ സമയത്തിന്റെ ഉള്ളിൽ
ഇൻഷാ അല്ലാഹ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ചെറിയൊരു സംഭവം ഞാൻ എടുത്ത് ഉദ്ധരിച്ചു. അല്ലാഹു തആല നാം ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവനെ കൃത്യമായി മനസ്സറിഞ്ഞ് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായ അടിമകളിൽ അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്ക് ഈ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മേഖലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.